ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഗ്ലാസ് സിറ്റി വിട്ട് പോകാനുള്ള അനുവാദമില്ല. ഡെയിലി ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. അതല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും അത്യാഹിതമോ അല്ലെങ്കിൽ ഈ ട്രെയിനിക്ക് അത്രയും വലിയ അസുഖങ്ങളോ ഉണ്ട് എന്നുള്ള ഒരു ധാരണ അവിടെ വരണം. അല്ലാത്തടത്തോളം കാലം ഡെയിലി ട്രെയിനിങ്ങിൽ പങ്കെടുത്തേ പറ്റൂ. ഈ VHSC പഠനകാലത്തിനിടയിൽ ഇദ്ദേഹം ഒരുപാട് ടൈറ്റിൽസ് നേടിയിരുന്നു. ആദ്യമായിട്ട് അവിടെ ഓസ്ട്രിയയിൽ നടന്ന ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായി. വളരെ ചെറിയ പ്രായത്തിലാണ്, ആലോചിക്കണം. 17 വയസ്സാവുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു രാജ്യത്തിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ. പിന്നെ മിസ്റ്റർ ഓസ്ട്രിയ കോമ്പറ്റീഷനിൽ 3-ാം സ്ഥാനം. അദ്ദേഹത്തിൻ്റെ ആരാധ്യ പുരുഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ കൗമാര കാലഘട്ടത്തിലെ മിസ്റ്റർ ഓസ്ട്രിയ ആയിരുന്ന കർട്ട് മാർലിനൊപ്പം മത്സരിച്ച് 3-ാം സ്ഥാനം എത്തി. ഇതുകൂടാതെ പല ലോക്കൽ മത്സരങ്ങളിലും, അതായത് ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്, ഇതിലെല്ലാം അദ്ദേഹം ചാമ്പ്യനായി. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ തന്നെ അവിടെ പല പത്രങ്ങളും എഴുതാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ആർണോൾഡ് ഷ്വാർസ്നെഗറുടെ യുഗമാണ്, ഒരു ഷ്വാർസ്നെഗർ യുഗം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പത്രവാർത്തകൾ ആ സമയത്ത് വരാൻ തുടങ്ങി. ഒപ്പം തന്നെ മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് എന്ന ഒരു ചാമ്പ്യൻഷിപ്പിന് അദ്ദേഹത്തിന് ക്ഷണമുണ്ട്. അത് നടക്കുന്നത് പക്ഷേ ഏകദേശം 1200 കിലോമീറ്റർ അപ്പുറത്ത് ജർമ്മനിയിൽ സ്റ്റഡ്ഗർട്ട് എന്ന പട്ടണത്തിലാണ്. പോണെങ്കിൽ പ്രശ്നം ഇതാണ്, മിലിറ്ററി ക്യാമ്പൊന്നും വിടാൻ പറ്റില്ല. പലരുടെയും കൈയും കാലും ഒക്കെ പിടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അങ്ങ് വിട്ടു. ചാമ്പ്യൻഷിപ്പിൻ്റെ തലേദിവസം വൈകുന്നേരം ട്രെയിനിങ് കഴിഞ്ഞതും പുറത്തിറങ്ങി നേരെ ട്രെയിൻ കയറി ക്രിക്കറ്റിലേക്ക് പോയി. പിറ്റേ ദിവസം കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ ആ ചെറുപ്രായത്തിൽ മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് എന്നുള്ള ടൈറ്റിൽ കിട്ടി. അടുത്ത ദിവസം തിരിച്ച് ക്യാമ്പിലെത്തി. അപ്പോൾ ഒരു ദിവസം ആബ്സെൻ്റ് ആണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ ഒരു ദിവസം ആബ്സെൻ്റ് ആയിരിക്കുന്നു. അതിനവിടെ ഒരു തടവ് ശിക്ഷ കിട്ടി. അപ്പോൾ ഈ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഒരു രീതി അതാണ്, കുറ്റം ചെയ്താൽ ശിക്ഷ. അതിന് പിന്നെ വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. എക്സ്ക്യൂസ് അവർ കേൾക്കുകയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കും, നടക്കില്ല. ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻറ്റ് എന്നാണല്ലോ മിലിറ്ററിയുടെ റൂൾ തന്നെ. അതുകൊണ്ട് തടവ് ശിക്ഷ കിട്ടിയത് തന്നെയാണ്. അദ്ദേഹത്തെ ഒരു റൂമിൽ ഇട്ടടച്ചു. പക്ഷേ അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അന്നത്തെ പത്രമൊക്കെ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹം പോയത് വെറുതെ അല്ല, ഇത്തരം വലിയൊരു ടൈറ്റിലൊക്കെ നേടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടെ അദ്ദേഹത്തെ ഫ്രീ ആക്കി ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിച്ചു.